ജർമ്മനിയിൽ ഡിമാറ്റ് എക്സാമിനേഷൻ അനൗൺസ് ചെയ്ത പിന്നെ സ്റ്റുഡൻസ് എല്ലാവരും വളരെ കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് ഡിമാറ്റ് എക്സാമിനേഷൻ? ഈ എക്സാം എവിടെയാണ് എഴുതേണ്ടത്? ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ഇതിന്റെ സിലബസ് എന്താണ്? ഇതിന്റെ ഫീസ് എന്താണ്? അതിന് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന ഒരു 7 ഡൗട്ട്സ് നമുക്ക് ഇവിടെ അഡ്രസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ജർമ്മനി പ്ലാൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഡിമാറ്റ് എക്സാമിനേഷൻ എഴുതണം? വേണ്ട. നിങ്ങൾ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് മാസ്റ്റേഴ്സ് ആണ് പ്ലാൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ ബാച്ചിലേഴ്സിന്റെ സ്ട്രീംസിൽ എക്കണോമിക്സ്, എഞ്ചിനീയറിംഗ്, കൊമേഴ്സ്, ബിസിനസ് മാനേജ്മെന്റ് ഇതിലേതെങ്കിലും ഒരു സ്ട്രീമാണ് നിങ്ങൾ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിമാറ്റ് എക്സാമിനേഷൻ എഴുതണം. സെക്കൻഡ് വൺ, ആരൊക്കെ ഡിമാറ്റ് എക്സാമിനേഷൻ എഴുതണ്ട? ജർമ്മനി പ്ലാൻ ചെയ്യുന്ന ബാച്ചിലർ സ്റ്റുഡൻസ്, PhD പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ്, അതേപോലെ തന്നെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിനും ഡിമാറ്റ് എക്സാമിനേഷൻ എഴുതണ്ട. തേർഡ് വൺ, ഈ ഒരു സെപ്റ്റംബർ 2026 വിന്റർ ഇൻടേക്ക് നഷ്ടമാവും. അതാണ് മിക്ക സ്റ്റുഡൻസിന്റെ വേറൊരു ഡൗട്ട്. നോ വറീസ്, ഇത് 2027 സമ്മർ ഇൻടേക്ക് ഓൺവേർഡ്സ് ആണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജൂൺ 26 മുന്നേ APS സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അതിന്റെ കൊറിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിമാറ്റിനെ കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ടതേ ഇല്ല. ഫോർത്ത് വൺ, എനിക്ക് APS ആദ്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡിമാറ്റ് അപ്പിയർ ചെയ്യാൻ പറ്റുമോ? നോ. ആക്ച്വലി നിങ്ങൾക്ക് 2027 സമ്മർ ഇൻടേക്ക് ഓൺവേർഡ്സ് ഡിമാറ്റ് മാൻഡേറ്ററി ആണ്. സോ ഇപ്പോൾ നിങ്ങൾ APS പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ സ്ട്രീംസിൽ ഉള്ള ഏതെങ്കിലും സ്റ്റുഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഡിമാറ്റിന് അപ്പിയർ ചെയ്യുക, അതിനുശേഷം മാത്രം APSന് അപ്ലിക്കേഷൻ കൊടുക്കാം. നിങ്ങളിപ്പോൾ APSന്റെ ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡിമാറ്റ് അതിൽ മാൻഡേറ്ററി ആണ്. ഫിഫ്ത്ത് വൺ, വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ട് ആയിരിക്കും ഇത്. ഈ എക്സാം പാസ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതൊരിക്കലും ഒരു പാസ് ഓർ വിൻ അത് നോക്കുന്ന ഒരു എക്സാമിനേഷൻ അല്ല. ഡിമാറ്റ് എക്സാമിനേഷൻ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്കോറിൽ ബെറ്റർ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ യൂണിവേഴ്സിറ്റി ഓപ്ഷൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സിക്സ്ത് വൺ, എനിക്ക് ഈ എക്സാം വീട്ടിലിരുന്ന് ഓൺലൈനായി ചെയ്യാൻ പറ്റും? നോ. ഇന്ത്യയിലെ 10 സെന്റർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള 10 സെന്ററിൽ മാത്രമാണ് ഡിമാറ്റ് എക്സാമിനേഷൻ നടക്കുന്നുള്ളൂ. കേരളത്തിൽ ഒരേ ഒരു സെന്ററേ ഉള്ളൂ. സോ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് തന്നെ പോയി എക്സാം എഴുതണം. അതിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. 3.5 മണിക്കൂറാണ് എക്സാമിന്റെ ഡ്യൂറേഷൻ ഉള്ളത്. ലാസ്റ്റ് വൺ, ഡിമാറ്റ് എക്സാമിനേഷന് എക്സ്ട്രാ ഫീ വരുന്നുണ്ടോ? യെസ്, 150 euros ആണ് ഡിമാറ്റ് എക്സാമിനേഷന്റെ ഫീ വരുന്നത്. നിങ്ങളുടെ APSന്റെ ഫീസ് കൂടാതെയാണ് 150 euros ഡിമാറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കേണ്ടത്. സോ നിങ്ങൾക്ക് ഡിമാറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഡിമാറ്റിനെ കുറിച്ചോ APSO, ബാച്ചിലേഴ്സ് ഇൻ ജർമ്മനി, മാസ്റ്റേഴ്സ് ഇൻ ജർമ്മനി ഇവയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് feel free to contact us on the number given below. Native German Academy. Your success is our guarantee.